തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ജനങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. ആശങ്കയ്ക്ക് കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ഒരു ഭൂചലനമാണ്. തുടർചലനങ്ങളും പിന്നീട് ഉണ്ടായി. ഇതുവരെ 5ഓളം ചലനങ്ങളാണ് ഇവിടെ ഉണ്ടായത്. 20ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ചെറിയ വിള്ളലുകളല്ല, വലിയ വിള്ളലുകൾ തന്നെ. അധികാരികളുടെ അടുത്തേക്ക് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നു നാശനഷ്ടത്തിന് പരിഹാരം കണ്ടെത്താം എന്ന്. എങ്കിലും ഈ ജനങ്ങളുടെ ആശങ്ക എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. നമ്മളുടെ കൂടെ ഇപ്പോൾ ഈ പ്രദേശവാസികൾ തന്നെ ചേരുന്നുണ്ട്. ഷജേട്ടാ, എന്തായിരുന്നു സംഭവം? ഇപ്പോൾ 5ഓളം ചലനങ്ങളുണ്ടായി, ഇന്നലെ രാത്രിയും ചലനമുണ്ടായി എന്ന് പറയുന്നു. എങ്ങനെയാണ് സംഭവം? കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഒരു 6-6:15 കൂടിയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു ശബ്ദത്തോടു കൂടി ഒരു ശബ്ദം കേട്ടു. ഒപ്പം തന്നെ ഒരു വിറയൽ എല്ലാവർക്കും അനുഭവപ്പെട്ടു. പല വീടുകളിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന അമ്മമാരും കുട്ടികളടക്കം പുറത്തേക്ക് ചാടി ഇറങ്ങി. ഒരു ഭയങ്കരമായ ഒരു പരിഭ്രാന്തി അവർക്കുണ്ടായി. തുടർന്ന് ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല വീടുകളിലും, പ്രത്യേകിച്ച് ഈ പള്ളിക്കുന്ന് പ്രദേശത്തുള്ള അടുപ്പിച്ചുള്ള ഒരു 10-20ഓളം വീടുകളിൽ ഇത്തരത്തിലെ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത്. അത് നല്ല വലിയ രീതിയിലുള്ള വിള്ളലുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അന്നും അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് അങ്ങനെ അടുപ്പിച്ചൊരു 3 ദിവസമായിട്ട് 5 പ്രാവശ്യം ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ശബ്ദം, ഭൂമിക്കടിയിൽ നിന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും പരിഭ്രാന്തിയിലാണ്, ആശങ്കയിലാണ്. ഇത് കൃത്യമായി ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ, പഞ്ചായത്തിൻ്റെ അധികാരികളെ, വില്ലേജ് അധികാരികളെ, അതേമാതിരി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളുകളെയും കളക്ടറേറ്റിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കുകയും. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഇത് ഇവിടെ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് പീച്ചി ഡാമിന്റെ കെട്ടുള്ളത്. അപ്പോൾ ഈ കെട്ടിനും എന്തെങ്കിലും ബലക്ഷയമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് കൂടി അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും. ഇവിടുന്ന് ഒരു 100 മീറ്റർ അകലെയാണ് പീച്ചി ഡാമിന്റെ കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. അത് പരിശോധിക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ 20ഓളം വീടുകൾക്കാണ് ഇങ്ങനെ വിള്ളൽ ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പം ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലാണ്. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് കാരണം? ഞങ്ങളുടെ ആശങ്കയ്ക്ക് ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യമായി ഇപ്പോൾ ഈ ഭൂചലനം ഉണ്ടാവണേ. ഇപ്പം മിഞ്ഞാന്നാണ് ഇത് ശരിക്കും എല്ലാവരും ഇതിലെപ്പെട്ടാണ്. അതായത് മുപ്പാടുണ്ടെങ്കിലും ഇപ്പോഴാണ് നോക്കിയാൽ എല്ലാ വീടുകൾക്കും ചിന്നലുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഡാമിന് വല്ല പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ ഡാമിൽ വെള്ളം കലങ്ങിയിട്ടുണ്ട്. ഡാമിൻ്റെ കാര്യത്തിന് എല്ലാവരും മറ്റേ പൊതു നേതാക്കന്മാരും അതേപോലെ ജില്ലാ ഭരണകൂടം എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. പഴയ ഡാമാണെങ്കിൽ ഡാം നല്ല ഉറപ്പുള്ള ഡാമാണ്. ഇപ്പോൾ വെള്ളം കലങ്ങിയിട്ടുണ്ട്. മുകളിൽ ഉരുൾപൊട്ടുണ്ടായിട്ട് വെള്ളം വന്ന് കലങ്ങിയതാണോ അത് ഐഡിയയിൽ ഇതാണെന്ന് അറിയാൻ പറ്റില്ല. ഇന്നും കാലത്തും ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളാകെ ഈ പീച്ചി പള്ളിക്കുന്ന് നിരവകാശികൾ ആകെ വിഷമത്തിലാണ്. ഇതിന് സർക്കാരും മൊത്തത്തിലുള്ളവരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വേണ്ടി പറയുന്നു. തീർച്ചയായും പീച്ചി പള്ളിക്കുന്ന് നിവാസികളാണ്. ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. കാരണം 1ഉം 2ഉമല്ല, 4ഓളം ചലനങ്ങളാണ് ഉണ്ടായത്. ചേട്ടാ, ഇന്നലെ വൈകിട്ടും അതായത് ഇന്നലെ രാത്രി വെളുപ്പിന് ഭൂചലനം ഉണ്ടായി എന്ന് പറയുന്നു. എങ്ങനെയാണ്? ഇന്നലെ രാത്രി ഒരു 11:45 ഇടിവെട്ടണ പോലെ ശബ്ദം വന്നു. അപ്പം പുറത്തിറങ്ങി നിന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ശബ്ദം കഴിഞ്ഞു. പിന്നെ ചോദിച്ചപ്പോഴാണ് അയൽവക്കത്തുള്ള എല്ലാവരും പറയണം, എല്ലാവരും കേട്ടിട്ടുണ്ട്, ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കേട്ടിട്ടുണ്ട്. ഉറക്കമില്ലായ്മയാണ് ഇപ്പോൾ പ്രശ്നം. പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല. തീർച്ചയായും ഇവിടെയുള്ള ജനങ്ങൾക്ക് പേടിച്ചിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും നമുക്ക് ഈ വാർഡിലെ ജനപ്രതിനിധി കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്, സന്ധ്യ മാം. മാം, അങ്ങ് ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ഇവിടെ ജനങ്ങളെല്ലാം ആശങ്കയിൽ തന്നെയാണ്. തുടർചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്? ആദ്യം ഞാൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം വില്ലേജ് അധികൃതരെ അറിയിച്ചു. വില്ലേജിൽ നിന്ന് നേരിട്ട് അവർ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ കൂടി വില്ലേജ് ഓഫീസർ ഇന്നലത്തെ രാത്രിയിലെ ചലനത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയും എവിടെയുള്ള ആളുകൾ പരാതി കൊടുക്കുകയോ ഇവർക്ക് ഒരു ധനം, അതായത് ഇവർക്ക് എന്തെങ്കിലും നാശനഷ്ടത്തിനുള്ള ഫണ്ട് ലഭിക്കുകയോ അങ്ങനെയുള്ള തുടർ പരിപാടികൾ എങ്ങനെയാണ്? ആ വില്ലേജിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് എല്ലാവരുടെ അടുത്തും ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇന്നോ നാളെയോ തന്നെയായിട്ട് രേഖകളുമായി വീടിൻ്റെ കേടുപാടുകൾ സംഭവിച്ച ഫോട്ടോയും പിന്നെ ബന്ധപ്പെട്ട രേഖകളും സഹിതം വില്ലേജ് ഓഫീസിലെത്തി പരാതി കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു ഡാം ആകുമ്പോൾ അവിടെ ഒരു ഭൂകമ്പമാപിനിയൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് പണ്ടുപടി ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് പ്രവർത്തനക്ഷമത ഇല്ലാതെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭൂകമ്പമാപിനി സ്ഥാപിക്കണം എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടോ? അത് പ്രത്യേകിച്ച് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ പരിസര നിവാസികൾക്ക് നല്ല ആശങ്കയിലാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദൂരെയുള്ള ഡാമിലേക്ക് ഇപ്പോൾ ഈ ഭാഗത്തും തുടർചലനങ്ങൾ തെക്കേകുളം ജണ്ടമുക്ക് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അവിടെയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളും ഡാമിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതിനാൽ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം തിരിച്ചിവിടെ എത്തിക്കാനുള്ളത് ഒരു ഭരണാധികാരികളുടെ ഇടയിൽ
നിന്ന് ആവശ്യം ഞങ്ങൾ അറിയിക്കുന്നു. അതുണ്ടാവേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടാൻ വല്ല മാർഗം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ തുടർ പഠനങ്ങളെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ആശങ്ക അകറ്റണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഈ 5 പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു പഠനം വേണം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നൊരു പഠനം വേണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുമ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? പ്രതികരണം നല്ല രീതിയിലാണ് തന്നെയാണ് അവരെടുത്തിരിക്കുന്നത്. അവർ നമ്മൾ പറയുമ്പോഴേക്കും അതിന് മുന്നോട്ടുള്ള അപ്ഡേഷൻ നമുക്ക് തരുന്നുണ്ട്. അവർ മുകളിലേക്കുള്ള അവരുടെ അതോറിറ്റീനെ അറിയിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രതികരണം തന്നെ കിട്ടുന്നുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതിന് വേണ്ടിയിട്ട് എത്രയും സ്പീഡാക്കണമെന്ന് മാത്രമേ ഞങ്ങളുടെ അഭിപ്രായമുള്ളൂ. തീർച്ചയായിട്ടും പള്ളിക്കുന്ന് പ്രദേശവാസികൾ എല്ലാവരും തന്നെ ആശങ്കയിലാണ്. 5 പ്രാവശ്യമാണ് ഇപ്പോൾ ഭൂചലനം ഉണ്ടായത്. വർഷങ്ങൾക്ക് മുൻപും ഇതുപോലെ ഇവിടെ ഭൂചലനം ഉണ്ടായതായും പ്രദേശവാസികൾ പറയുന്നു. ഇവരുടെ ആശങ്കയ്ക്ക് ഒരു അറുതി വരുത്തണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം. അതിന് അധികാരികൾ ഇടപെടണം. ഈ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണം. ക്യാമറമാൻ അഖിലിനൊപ്പം റോജി ഇലവനാങ്കുഴി, ഷെക്കൈന ന്യൂസ്, തൃശൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ചാർജ് ഷീറ്റ് പൂർത്തിയായതായി കണക്കാക്കി